നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് വ്യത്യസ്തമായൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് കാലത്ത് ഞാൻ കീർത്തി ഹിസ്റ്ററിയുടെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അത് എന്നെ ശരിക്കും അജിറ്റേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് സത്യം. കുറച്ച് ദേഷ്യത്തോടെയാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. കീർത്തി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡേൺ ഇന്ത്യക്കാർക്ക് വേണ്ടിയല്ല എന്നാണ് അവർ പറഞ്ഞത്. അതിൽ കുറേ സത്യങ്ങൾ ഉണ്ട്. അതിലുമായിട്ട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ലെങ്കിലും കുറേ സത്യങ്ങൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അവർ പറഞ്ഞ രണ്ട് ഇൻസിഡൻറ്റ്. ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ബാംഗ്ലൂർ മെട്രോയിൽ ടിക്കറ്റുള്ള ഒരു സാധാരണ കർഷകന് എൻട്രി നിഷേധിച്ചു എന്നാണ്. കാരണം അദ്ദേഹം തലയിലൊരു ചുമട് വെച്ചിരുന്നു. രണ്ടാമത്തെ കാര്യം, മുഷിഞ്ഞ ഡ്രസ്സായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നതെന്ന്. അദ്ദേഹം ഒരു പാൻറ്റും ഷർട്ടും ധരിച്ച് ടിപ് ടോപ്പായി പോയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ എൻട്രി കിട്ടുമായിരുന്നു. ഇവിടെ രണ്ട് കാര്യമുണ്ട്. മോഡേൺ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൻ്റെ പാട്ട്. രണ്ടാമത്തെ കാര്യം നമ്മുടെ കർഷകരുടെ അവസ്ഥയാണ്. നമ്മുടെ കർഷകർ എന്തുകൊണ്ടാണ് മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരുന്നത്? കാരണം അവൻ എന്തൊക്കെ ഉണ്ടാക്കിയാലും അതിൻ്റെ ഉപകാരം അവന് കിട്ടാറില്ല. ഇടനിലക്കാർ ആ പൈസ മുഴുവനും എടുത്തിട്ട് പോവുകയാണ്. എന്നാണ് ഇതിനൊക്കെ ഒരു ചേഞ്ച് വരിക? എന്നാണ് നമ്മൾ ഇതിനോട് പ്രതികരിക്കുക? കർഷകന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്താനായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ ഇൻസിഡൻറ്റ്, കീർത്തിയുടെ അച്ഛനും അമ്മയായിട്ട് എയർപോർട്ടിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. അവർ എയർപോർട്ടിലെത്തിയപ്പോൾ അവരവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയുണ്ടായി. ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ ഭക്ഷണം സെർവ് ചെയ്തത് സ്പൂണും ഫോർക്കും കത്തിയൊക്കെ ആയിട്ടാണ്. കീർത്തിയുടെ അമ്മ ഇതുവരെ സ്പൂണിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവർ കീർത്തിയോട് ചോദിച്ചു, ഇവിടുന്ന് ഭക്ഷണം കൈകൊണ്ട് ഭക്ഷണം കഴിക്കാമോ എന്ന്. ഇവിടെ എല്ലാവരും സ്പൂണിലാണല്ലോ ഭക്ഷണം കഴിക്കുന്നതെന്ന്. കീർത്തി ഉടനെ സ്പൂണും ഫോർക്കും മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയെന്ന്. അവിടെ കൈ കഴുകാനായിട്ട് ഒരു വാഷ് ബേസിന് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്ത്യക്കാരുടെ കൾച്ചർ അനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷവും നമ്മൾ കൈ കഴുകും, വായും കഴുകും, അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സംവിധാനത്തിൽ ഇതെങ്ങനെ മിസ്സാകാൻ പറ്റും? നമ്മൾ എന്ത് വേണമെങ്കിലും ഏത് രാജ്യത്തു നിന്ന് കോപ്പി ചെയ്താലും നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നമ്മുടെ കൾച്ചറിനനുസരിച്ച് നമ്മൾ കുറേ ചേഞ്ചുകളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇത് മേലാളന്മാർ മനസ്സിലാക്കണം. ഓരോ പൊസിഷനിലിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പലരും പല ഗവൺമെൻറ് ജോലിയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവരല്ലേ. നമ്മളൊരു സംവിധാനം കൊണ്ടുവരുമ്പോൾ നമ്മുടെ കൾച്ചറിനനുസരിച്ചുള്ള ചേഞ്ച് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമാണ്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായ ഒരു അനുഭവം പറയട്ടെ. ഇത് 95-കളിലുണ്ടായ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ പേര് അനീഷ് എന്നായിരുന്നു. അതിൻ്റെ ജ്യേഷ്ഠൻ വലിയൊരു കമ്പനിയിൽ വലിയ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു 5 സ്റ്റാർ അക്കോമഡേഷൻ കിട്ടുകയുണ്ടായി. അവിടുന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഭക്ഷണം കഴിച്ച് കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരന്, അവന് വയറിന് പ്രശ്നമുള്ള ആളാണ്, ബാത്റൂമിൽ പോകേണ്ടതായിട്ട് വരികയാണ്. ബാത്റൂമിൽ പോയതിന് ശേഷം നോക്കുമ്പോൾ അവിടെ വെള്ളമില്ല, ടിഷ്യൂ പേപ്പർ മാത്രമേ ഉള്ളൂ. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചെങ്കിലും അവന് വളരെ ഡിസ്കംഫർട്ടായിരുന്നു. അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടിട്ട് റൂമിൽ പോയിട്ട് അവന് ശുചിയാകേണ്ടതായിട്ട് വന്നു. ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതായത് 5 സ്റ്റാർ ഹോട്ടലിൽ ഇപ്പോൾ എല്ലാം നമ്മൾ പോകുമ്പോൾ എല്ലാ ഹോട്ടലിലും ജെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കൾച്ചറിനനുസരിച്ച് വേണം നമ്മുടെ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത് എന്ന് നമ്മളെല്ലാവരും തന്നെ ബോധവാന്മാരായിരിക്കണം. മറ്റൊരു കാര്യം, ഞാൻ പല രാജ്യങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം അവരുടെ കൾച്ചറിനനുസരിച്ചുള്ള ഭക്ഷണവും സംവിധാനങ്ങളാണുള്ളത്. ചൈനയിൽ പോയാൽ ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും അവിടെ അവർ ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ടാണ് സെർവ് ചെയ്യുക. നമ്മൾ ജപ്പാനിൽ പോയാൽ അവർ ബൗളുകളിലാണ് സെർവ് ചെയ്യുക. അതുപോലെയാണ് പല രാജ്യങ്ങളിലും. അപ്പോൾ നമ്മൾ നമ്മുടെ കൾച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടമായി പോകും. ഒന്ന് ഓർത്തു നോക്കും, നമ്മുടെ മലയാളം തന്നെ അങ്ങനെയുള്ളൊരു പ്രശ്നത്തിൻ്റെ വക്കിലാണ്. എൻ്റെ മക്കൾ പഠിക്കുന്നത് ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. കന്നഡയും അവർ കുറച്ച് പഠിക്കുന്നുണ്ട്. അവരെ പിടിച്ചിരുത്തി മലയാളം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവർ
എത്രത്തോളം സന്തോഷത്തെയാണ് അത് പഠിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള പല ഭാഷകളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാൻസ്ക്രിറ്റ് മൃതഭാഷ എന്നാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ സാൻസ്ക്രിറ്റ് പഠിക്കുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിൽ എവിടെയെല്ലാം പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല. അതുപോലെയാണ് പല കാര്യങ്ങളിലും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് ബോധവാന്മാരല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മുഴുവൻ കാര്യങ്ങളും ഒരു വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് കോപ്പി ചെയ്ത് നമ്മളല്ലാതായി പോകും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ പൈതൃകത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് അതൊരു അഹങ്കാരമായിട്ട് കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പൈതൃകം നമുക്കാവശ്യമാണ്, നമ്മളത് കാത്തുരക്ഷിക്കണം, നമ്മളെല്ലാവരും തന്നെ അത് കാത്തുരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.